നമ്മുടെ ടോപ്പ് സിംഗറിന്റെ എത്താൻ പോവാണ്. എന്ത് ചോദിച്ചാലും നമ്മൾ എന്ത് ചോദിച്ചാലും അങ്ങനെ പറയണ ഒരാളാണ് വരാൻ പോകുന്നത്. വിളിക്കാം നമുക്ക്. വിളിക്കൂ. So let's welcome Dwiti Linda Chanel on stage. നിറച്ച് പൂക്കളൊക്കെ ഉള്ള ഒരു ഉടുപ്പുമായിട്ട് ലൈറ്റ് ഒക്കെ നോക്കുന്നുണ്ട്. എന്നത്തെ പോലെ എല്ലാ ലൈറ്റും തെളിയുന്നില്ലേ? ഇഷ്ടപ്പെട്ട സാധനം വന്നു. പൂക്കുറ്റി കത്തി. ഹലോ ഹായ് ദ്യുതി ലിൻഡ ഷെനിൽ. ഹായ്. ഇത് പൂക്കളാണോ മോളെ കൊണ്ടുവന്നത്, അത് മോള് പൂക്കളെ കൊണ്ടുവന്നാണോ? പറയുള്ളൂ. മുത്തിന് ഒറ്റയ്ക്ക് അമ്മയുടെ അച്ഛന്റെയും കൂടെ ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഇഷ്ടം. എന്ന് വെച്ചാൽ ബ്രദർ സിസ്റ്റർ ഒന്നും വേണ്ട, ഒറ്റയ്ക്ക്. എന്ന് വെച്ചാൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മള് ഫുഡ് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും, ഉടുപ്പ് അവർക്ക് ഷെയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കുഞ്ഞിന് അതൊന്നും പറ്റത്തില്ല. ഒറ്റയ്ക്ക് വേറെ ബ്രദർ വേണ്ട, സിസ്റ്റർ വേണ്ട, അങ്ങനൊന്നും വേണ്ട. അല്ലേ? അങ്ങനെ പറഞ്ഞോ? അതെന്താ ബോയാണോ ഗേൾ ആണോ ഇഷ്ടം? അങ്ങനെയുണ്ടോ? സിസ്റ്റർ ആണെങ്കിലോ കുഴപ്പമില്ല. ഏതാണ് പാട്ട്? തങ്കനില പട്ടെടുത്തു. തങ്കനില പട്ടെടുത്തു മോഹപ്പൂന്തിങ്ങൾ. അങ്ങനെയാണോ? മാസ്റ്റർ. ബാക്കി ഡീറ്റെയിൽസ് പറയാം പാട്ടിന്റെ. ഫിലിം സ്നേഹസാഗരം. പാടിയത് KS ചിത്രമ്മ. വർഷം 1992. ലിറിക്സ് കൈതപ്രം സാർ. മ്യൂസിക് ഡയറക്ടർ ജോൺസൺ മാഷ്. അതാണ് മിടുക്കി. ജോൺസണിനെ പറ്റി പറയില്ലേ? മഴ, ഛായ, ജോൺസൺ മാഷ്. അന്തസ്. അങ്ങനെ അന്തസ്സുള്ള ഒരു പാട്ടാണ് ഇവിടെ വരാൻ പോകുന്നത് നമ്മുടെ മുത്തിന്റെ. കേക്കാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ആകാശപ്പന്തലിലാകെ ആനന്ദ കുമ്മിയോടെ മനമാടിപ്പാടും നേരത്ത് മലയോരത്ത് തങ്കനീല പട്ടുടുത്തു എൻ മോഹപ്പൂന്തിങ്കൾ. ആലവട്ടം വീശി നിന്നു പൊന്മേഘക്കാവടികൾ.
കാവടികൾ ആകാശപന്തലിലാകെ ആനന്ദ കുമ്മിയോടെ മനമാടിപ്പാടും നേരത്ത് മലയോരത്ത് തങ്കനീല പട്ടുടുത്തു എൻ മോഹപ്പൂന്തിങ്കൾ ആലവട്ടം വീശി നിന്നു പൊന്മേഘക്കാവടികൾ ജ്യോതിക്കുട്ടി, മോളുടെ പേര് മാറി മാറി തന്നെ ശരിക്കൊരു ഇലക്ട്രിസിറ്റി അടിച്ച മാതിരി ഉണ്ട്. മോളെ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നിട്ടാ പാടിയെന്ന് കാണണോ മോൾക്ക്? കാണണോ? രാകേഷ് അതൊന്ന് ഇട്ട് കൊടുക്കൂ. എങ്ങനെയുണ്ട് മോളെ? ബ്യൂട്ടിഫുൾ അല്ലേ? എന്ത് രസമായിരുന്നു അറിയാം മോൾ ആ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പാടുമ്പോ. നമുക്ക് വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല, ആ പാട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ എൻജോയ് ചെയ്യായിരുന്നു. പിന്നെ മീനു, എന്തോ മോള് പാടുന്നത് വളരെ ഒരു കാമായിട്ടാ, സമാധാനത്തിലല്ലേ, ഒരു സ്ട്രെസ്സും ഇല്ല, വളരെ ക്ലീൻ ആയിട്ട്. അത് കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും നല്ല ഈസി പാട്ടാണ്, പാട്ട് ആർക്ക് വേണമെങ്കിൽ ഏത് പാടാം. പോലീസുകാരൻ വേണമെങ്കിൽ പാടാം എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൽ പല സംഭവങ്ങളുണ്ട് ആ പാട്ടിൽ. സ്റ്റാൻഡേർഡിലൊക്കെ ഇതൊക്കെ ഇല്ലേ കുട്ടൻ? ഈ ഒരു മ്യൂസിക്കാലിറ്റി ഒരു ഭയങ്കര അത്ഭുതം ശരിക്കും. ഇതൊക്കെ ബൈ ബർത്ത് കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ജന്മസിദ്ധമായിട്ടുള്ള ഒരു കഴിവാണ് ഇതൊക്കെ. ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ. നല്ലൊരു മ്യൂസീഷ്യനാണ് മോള്. നല്ലൊരു ഭാവി മോളെ കാത്തിരിക്കുന്നു. ഓക്കെ, ഗുഡ് ലക്ക്. നമ്മുടെ മുത്തിന് ഒരു ടെൻഷനും ഇല്ല. ടെൻഷൻ ഉള്ളത് എനിക്കായിരുന്നു. ഇവിടെ നമ്മുടെ ക്യാപ്റ്റനായിരുന്നു, പിന്നെ ഉണ്ണിച്ചേട്ടനായിരുന്നു. നമ്മൾ മൂന്നുപേരും ഇങ്ങനെ നോക്കാം. അയ്യോ ആ ഈ ലൈനൊക്കെ ഇല്ലേ, പൂവേ പൂവെന്ന് വിളി മുഴങ്ങി. നോക്കിയപ്പോഴത്തേക്കും സബാഷ്. അടുത്ത് പൂവാങ്കുഴയിലേക്ക് നാണം തുളുമ്പി, അതും സബാഷ്. കുട്ടൻ അല്ല, നാണം തുളുമ്പിയൊക്കെ എന്ത് രസമായിട്ടാ. ഓൺ പോയിന്റ്. പിന്നെ കാണാമറയിൽ അവൾ ഒരുങ്ങി മേളിലോട്ട് പോയി. അപ്പൊ പിന്നെ ടെൻഷനായി. അത് മേളിലോട്ട് നോക്കുന്നു, ഞാൻ മേളിലോട്ട് പോയി നോക്കുന്നു. അപ്പൊ ഞാൻ പിന്നെ ടെൻഷൻ ആവാണ്. എടാ അച്ഛനും അമ്മയും കേൾക്കാനും പറയാം. അപ്പൊ ടെൻഷൻ ആവാണ്. അയ്യോ നമ്മുടെ കുഞ്ഞ് അവിടെ സൂപ്പർ ആക്കണം എന്ന് വിചാരിച്ചു. അതാ അവിടെയും കറക്റ്റ് ഓൺ ദ ഡോട്ട്. അത് ആ ലൈൻ മാത്രം ഒന്ന് പാടിത്തരോ? പൂവേ പൂവെന്ന് വിളി മുഴങ്ങി ആ. പൂവാങ്കുഴലിക്ക് നാണം തുളുമ്പി നാണം ആ നാണം. അടുത്തല്ലേ? കാണാമറയിൽ അവളുറങ്ങി എന്നാമോ അറിയാക്കരയിൽ അവനുറങ്ങി വാ. ദേവാരം പാടി വന്നു കാവേരി. അയ്യോ ഇതിനൊക്കെ സഭാഷ് നല്ലത്. എന്ത് പറയാൻ, സഭാഷ് ഒരു വാക്ക് ഇല്ല, ഇതിനപ്പുറം പറയാനായിട്ട് ഒന്നും ഇല്ല. ക്യാപ്റ്റൻ, I don't have words. ദ്യോതിക്കുട്ടി ഞെട്ടിച്ചു. അടിപൊളി, ഭയങ്കര രസം. ആ അനുപല്ലവിയുടെ ലാസ്റ്റ് ഒരു ഭാഗമുണ്ട്, പുഴയോരത്ത്, അതും കൂടെ പാടിത്തരുമോ ലാസ്റ്റ്? ചിറ്റോളം കീലു കീലുങ്ങി പുഴയോരത്ത് തങ്കനീല. സ്വീറ്റ്. എന്റെ കൊച്ചിനെ കൈയൊക്കെ വേദന എടുത്തു മൈക്ക് പിടിച്ചിട്ട്. ഞാൻ നോക്കുമ്പോ ഇടയിലുണ്ട് വലത്തെ കൈ കൊടുത്തിട്ട് ഇടത്തെ കൈയിലോട്ട് മാറ്റി. നന്നായി പാടി. കാണാനും ഭയങ്കര രസം, കേൾക്കാനും ഭയങ്കര രസം. ഐ എം പ്രൗഡ് ഓഫ് യു. യു ആർ ഗ്രേറ്റ്. ഈ പ്രായത്തിൽ എങ്ങനെ എങ്ങനെ ഇത് ഉൾക്കൊള്ളും? മീനുട്ടി കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്, അതുണ്ടാവും നാച്ചുറലി. മനുഷ്യരാണ്. ഒത്തിരി വയസ്സുള്ള ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ പാടിക്കഴിഞ്ഞാൽ ഇത്രയും പെർഫെക്ഷൻ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ ഈ കുഞ്ഞിന് ഇതൊന്നും അറിയാതെ തന്നെ ആ കുഞ്ഞിന് ആ ഒരു ഗാർഡനിലേക്ക് നടന്ന് നീങ്ങാൻ പറ്റുന്നു. അവിടെ പുതിയ പൂക്കളുടെ സുഗന്ധം നമുക്കുണ്ടാവുന്നു അല്ലേ? അത് ഭയങ്കര ഗംഭീരമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോ ചിന്തിക്കുന്നത് നമുക്ക് എത്ര മാർക്കാണ് നമ്മുടെ കുഞ്ഞിന് കൊടുക്കേണ്ടത്, ഈ 3ാം ക്ലാസ്സുകാരിക്ക് കൊടുക്കേണ്ടത്. അവിടെ ടെൻഷൻ. ഒരു ബ്രത്ത്, ഒരു ലോങ് ബ്രത്ത് ഒക്കെ വിട്ടു. ഒന്ന് പറഞ്ഞു എത്ര മാർക്ക് ഉണ്ടാവും ദ്യോതിക്കുട്ടി? ഒരു 97. ഒരു 95 ഔട്ട് ഓഫ് 100 ആണെങ്കിലോ കുഴപ്പമുണ്ടോ? വിഷമാവോ? കുറച്ച്. അയ്യോ വിഷമാവൂട്ടോ. അപ്പൊ ഞാൻ കുറച്ച് കൂട്ടാമേ. ഈ വാൻഡ് ഒന്ന് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് കൂട്ടിയാലോ? ഇതിന്നൊരു മാജിക് വരുവേ. മാജിക് ഇപ്പൊ വരും. ഇപ്പൊ ഒരു മാജിക് വരുവേ. വരട്ടെ?
ഓക്കെ വരട്ടെ? ഓക്കെ 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0. You are awarded 100 out of 100. വരട്ടെ ഒരു മധുരമഴ. ഇഷ്ടപ്പെട്ടോ? എടുത്തോ ഇനി എടുത്തോ, തീർന്നു. അങ്ങ് ചാടി വീഴങ്ങോട്ട്. നാളെ കഴിയും. 2 അതെ മതിയില്ലേ? ഹാപ്പി അല്ലേ? അടുത്ത പ്രാവശ്യം ഇങ്ങനെ വീഴിക്കണേ കേട്ടോ. എന്ത് ചെയ്താലും ഇങ്ങനെ വീഴുന്നേ 100 കിട്ടുമ്പോഴാ വീഴുന്നേ. മീനു എന്തോ? ഞാൻ സത്യം പറഞ്ഞ ഇവിടെ ഈ തവണ ആദ്യമായിട്ട് വരുന്നത്. അതെ, അപ്പൊ ഞാൻ ഇത്രയും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന അതിശയിപ്പിക്കുന്ന പ്രകടനങ്ങളൊന്നും ഈ ചെറിയ കുട്ടികൾ തരുന്ന പ്രതീക്ഷിച്ചില്ല സത്യമായിട്ടും. പക്ഷെ ഇത് ഓരോ കുട്ടി വരുന്നതും മറ്റേ കുട്ടീനെ നിഷ്പ്രഭയാക്കിയിട്ടാണ് അടുത്തത് വരുന്നത്. നമ്മുടെ കുട്ടികളുടെ റേഞ്ച് മനസ്സിലായില്ലേ? അതെ. വേറെ ലെവലാണ് നമ്മുടെ പിള്ളേ. ശരിക്കും വേറെ ലെവലാണ്. അതാണ് ദിസ് ഇസ് ടോപ്പ് സിംഗർ സീസൺ 6. യെസ്. അത്ഭുതങ്ങളാണ് എല്ലാം. ഉണ്ണിയൊക്കെ Hats off to you, ശരിക്കും ഞെട്ടിയിരിക്കുകയാണ്. ഇനി നമുക്ക് ഞെട്ടിക്കണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ബൈ.